ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു തക്കാളി കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് നോക്കി വെള്ളം ഇറക്കിയിട്ട് നമ്മളെ ശങ്കരി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കിടത്തം കണ്ട ആരായാലും അതൊന്ന് കൊടുത്തു പോകുമല്ലോ അല്ലേ. എന്താടി ഇങ്ങനെ കിടക്കണം, ഞാൻ അത് നിനക്ക് തരൂലെന്നാണ് പറഞ്ഞത്. പക്ഷെ തരുമെന്ന് കേട്ടിട്ടാണെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ എൻ്റെ കാലിൻ്റെ അടിയിൽ വന്നിട്ടായിരുന്നു പിന്നെ അവളുടെ ഈ ഒരു കാത്തിരിപ്പ് കേട്ടോ. കിട്ടൂലെന്ന് മനസ്സിലാക്കിയോണ്ട് പിന്നെ അവളെ പരിപാടിയിലേക്കാണ് ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ആളെന്തോ ചവയ്ക്കുന്നുണ്ട്. എന്താടി ചവയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്നെ ആളെ ചവപ്പ് അങ്ങോട്ട് നിർത്തിയിട്ടോ. അടുത്തേക്ക് പോകുന്തോറും അവളെ ചവപ്പിൻ്റെ സ്പീഡും അങ്ങോട്ട് കൂട്ടിയിട്ടോ. അവസാനം പിടിച്ചെടുത്തിട്ടോ ഞാൻ വായന ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നേ. കയ്യിൽ കിട്ടിയപ്പോൾ എന്താ ബെഡ്സ് എങ്ങനെ വീണതാണാവുക. എങ്ങനെ ആയാലും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ വീണിട്ടുണ്ടാവുക. അവസാനം നീ എന്തിനാണ് ഇത് കടിച്ചതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങോട്ട് വഴക്ക് പറഞ്ഞു കേട്ടോ. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത സങ്കടമായിരിക്കും നമ്മളെ ഈ ഒരു പെണ്ണിനുണ്ടായിരിക്കും കേട്ടോ. ഈ പെണ്ണിന് മാത്രമല്ല എൻ്റെ വലിയ പെണ്ണിനും സെയിം അസുഖമുള്ളതാട്ടോ. പക്ഷെ മേട്ടൂനും ശങ്കരനും ആ ഒരു വികാരം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെ കുഞ്ഞൂസിനും ശങ്കരിക്കും ഒരേ ഭാവം തന്നെയാണ് ഉള്ളത്. നീ എന്നോട് മിണ്ടണ്ടിടി എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയായിരുന്നു ആളൊരു കിടത്തുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ആട്ടത്തിലൊക്കെ ഞാൻ ആളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പൊന്നെ എന്ത് തെറ്റിയെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആര് കേൾക്കാൻ ആരോട് പറയാൻ, നീ എന്നോട് മിണ്ടണ്ടടി പൂതനെ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു കേട്ടോ ആ ഒരു കിടത്ത. എന്തായാലും എൻ്റെ ശങ്കരി പെണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് തന്നെ വരും, അല്ലാതെ ഇവിടെ പോകാനാ. പിന്നെ അങ്ങനെ കിടന്ന് ഈ ഒരു കിടത്തൽ തന്നെ ആളങ്ങോട്ട് ഉറങ്ങി കേട്ടോ.